بحضرة سيدنا مصطفى محمد صلى الله عليه وسلم سيدنا وذي العظم سلطان معين الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. في كل لحظة أبدا عند خلقه ورضا نفسه وزنة عرشه ومداد كلماته. يا غلام استهانتك بأولياء الله عز وجل. അസ്സവജല്ലയായ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ കൊണ്ട് നീ കളിയാക്കൽ, അവരെ കളിയാക്കൽ മിൻ ഖില്ലത്തി മഅരിഫത്തിക ബില്ലാഹ്, നിനക്ക് അല്ലാഹനെ കൊണ്ട് അറിയാമയത്തതിന്റെ കുറവാണ്. തഖൂല് നീ പറയും ഹൗലായി ഈ കൂട്ടർ മുത്തഹിമൂന ഇവർ തെറ്റിദ്ധരിക്കപ്പെടേണ്ടവരാണ്. ലിമ ലാ യതഅയ്യിശൂന മഅന, എന്താണ് ഇവറ്റിങ്ങൾ നമ്മളോട് കൂടെ എവിറ്റിങ്ങൾ ജീവിക്കാത്ത എന്താണ്? ലിമ ലാ യഖഉദൂന മഅന, എന്തേ അവര് നമ്മളോട് കൂടെ ഇരിക്കാത്തത്? തഖൂലു നീ പറയും ആദാ, നീ ഇതിനെ പറയുന്നതിൽ ജഹലിക ബിനഫ്സി, നിനക്ക് നിന്നെ തന്നെ അറിയില്ല. നാലാമനോ പടും ജാഹില, അവനില്ല, അവൻ ജാഹിലാണെന്നുള്ളതും അവനില്ല. അവനോടടുക്കണ്ട സുഹൃത്തെ പോടോ, കഴുതയ്ക്ക് പുല്ലു പറിക്കണോ ഹൈറാടോ എന്ന് പറഞ്ഞില്ലേ? ലമാ ആദാലി ജഹലിക ബിനഫ്സിക, ലമ്മാ ഖല്ലത്ത് മഅരിഫത്തുക ബിനഫ്സിക, നിന്റെ നഫ്സിനെ കൊണ്ട് തന്നെ നിന്റെ മഅരിഫത്ത് കുറഞ്ഞപ്പോഴ് ഖല്ലത്ത് മഅരിഫത്തുക, നിന്റെ അറിവ് കുറഞ്ഞു. ബി അഖ്ദാരിന്നാസ്, ജനങ്ങളുടെ തോതും അവരുടെ സ്ഥാനമാനങ്ങളും അറിയാൻ പറ്റാതെ. അപ്പൊ ജനങ്ങളെ പറ്റി അറിയണമെങ്കിലേ, വലിയ വലിയ മഹാന്മാരെ പറ്റി അറിയണമെങ്കിൽ സ്വന്തം നഫ്സിനെ പറ്റി ഒന്ന് പഠിക്കണം, അറിയണം, എന്നാലേ അതറിയത്തുള്ളൂ. ഞാൻ ഇന്ന ദിവസം ഇന്ന് രാവിലെ ഇറങ്ങല്ലേ, നമ്മള് രാവിലെ ഇറങ്ങാണ് പത്രം നോക്കാനും ചീത്ത വിളിക്കാനും ഗീബത്ത് പറയാനും. ആ സമയത്ത് ഗീബത്ത് പറയപ്പെടുന്ന ആലിമീങ്ങൾ ഉസ്താദുമാർ വലിയ ദീനി സേവനത്തിലായിരിക്കും. ഒന്നുകിൽ ഒരു ദർസിലായിരിക്കും, അല്ലെങ്കിൽ മദ്രസയിലായിരിക്കും, അല്ലെങ്കിൽ അതേപോലെയുള്ള സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യാനോ പള്ളി ഉദ്ഘാടനം ചെയ്യാനോ അവരവരുടെ ദീൻ മാർഗമായിട്ട് അവരിങ്ങനെ പോകണം. അല്ലെങ്കിൽ എത്തിയ കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് മുതലാളിമാരെ വിളിക്കുകയായിരിക്കും, ഫോണിൽ കൂടെ വിളിക്കുകയായിരിക്കും. അത് വലിയ ഫോണായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ മെസ്സേജിലൂടെ ആയിരിക്കും. ഇവരെല്ലാം ആ ദീനിന്റെ മാർഗത്തിലാണ് അവരെ ആ ടൈം. നിന്റെ നഫ്സ് കൊണ്ട് നീ ചെയ്യുന്നതോ, നിനക്ക് രാവിലെ ഒരു ചായ കുടിക്കണം, അങ്ങോട്ടിറങ്ങിയിട്ട് തിരികറിച്ചില്ല, പിന്നെ ജോലി പത്രം എടുക്കും, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരു നേരം ഒരു മുസ്ലിമായ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ, ഒരു മാസം ഒരു നേരം എങ്കിലും കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു നേരം എന്ന രീതിയിൽ ഒരു 2-3 ഒരാഴ്ചക്കാലം ഭക്ഷണം കൊടുക്കാൻ കഴിവില്ലാത്തവനും തോന്നാത്തവനുമാണ് ഈ പറയുന്ന ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട വലിയ വലിയ പണ്ഡിത സുഹൃത്തുക്കളെയും വലിയ വലിയ ആലിമീങ്ങളെ പറ്റിയും ആവശ്യമില്ലാതെ പറയുന്നത്. അവരുടെ സ്വന്തം നഫ്സിനെ പറ്റി ഒന്ന് ചിന്തിക്കും. ഞാൻ ഇന്ന് നേരം വെളുത്തിട്ട് എന്തൊക്കെ ചെയ്തു, ഞാൻ ഇന്ന് നേരം വെളുത്തിട്ട് എന്ത് ചെയ്തു? എൻ്റെ മഹല്ലത്തിലെ ഉസ്താദ് നേരം വെളുത്ത് സുബൈക്ക് എല്ലാവർക്കും ജമാഅത്തിൽ നിന്നും അവർക്ക് വേണ്ടി ചില ക്ലാസ്സുകൾ എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഉസ്താദ് മദ്രസയിലേക്ക് പോയി, അല്ലെങ്കിൽ ഉസ്താദ് ദർസിലേക്ക് പോയി. ആ ദർസ് ഇങ്ങനെ തുടരേ കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴത്തേക്ക് ആ ഉസ്താദിനെ വിളിക്കാൻ ആൾ വന്നു, അതും അവിടെ വേറെ വീട്ടിൽ പോയി ദ്വാരക്കുന്നു. ഇങ്ങനത്തെ ഒരു ആലിം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മാലിമും ഞാൻ എൻ്റെ നഫ്സ് കൊണ്ട് ഇന്ന് എന്തേ ചെയ്തത് എന്ന് നമ്മൾ ചിന്തിക്കണം. ചിന്തിച്ചിട്ട് വേണം മറ്റുള്ളവർ. അപ്പൊ നിന്റെ നഫ്സിനെ കൊണ്ട് നീ അറിയാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? വലിയ വലിയ ആലിമീങ്ങളെ പറ്റി ആവശ്യമില്ലാത്തത് പറയുന്നതും ചിന്തിക്കുന്നതും. അതുകൊണ്ട് മോനെ, അലാ ഖദ്രി ഖില്ലത്തി മഅരിഫത്തിക ബിദ്ദുനിയ വആഖിബതഹാ തജ്ഹലു ഖദ്റൽ ആഖിറ. വഅലാ ഖദ്രി ഖില്ലത്തി മഅരിഫത്തിക ബിൽ ആഖിറ തജ്ഹലുൽ ഹഖ് അസ്സ വജൽ. നീ ദുനിയാവ് കൊണ്ടുള്ള നിന്റെ അറിവിന്റെ ഖില്ലത്തിന്റെ തോതനുസരിച്ചുകൊണ്ട് വാഖിബത്തിഹ, ആ ദുനിയാവിന്റെ പര്യവസാനം എന്താകുമെന്നുള്ള
അറിവ്. ആ അറിവിന്റെ ഖലീലിന്റെ ആ അറിവില്ലായ്മയുടെ തോതനുസരിച്ച് കൊണ്ട് തജ്ഹലു നിനക്കറിയാൻ പറ്റാതെ വരും ഖദറുൽ ആഖിറത്തി. ആഖിറത്തിന്റെ ഖദർ എത്രത്തോളം അറിയാൻ പറ്റാതെ വരുന്നോ അല്ലാഹു തആലയെ കൊണ്ട് അത്രത്തോളം അറിയാൻ പറ്റാതെ വരും. അതാണ് എന്റെ വിഷയം. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. യാ മുസ്തഗ്ഹിലൻ ബിദ്ദുനിയ, ദുനിയാവ് കൊണ്ട് ജോലിയാകുന്നവനെ, അൻ ഖരീബിൻ അടുത്ത് തന്നെ, അൽ ഖുസ്റാനു വദ്ദന വന്നദാമാത്തു ഛേദവും ദുഃഖവും എല്ലാം ഇൻദക നിന്റെ അടുക്കൽ, ലാഹിറത്തുൻ അലൈക നിന്റെ മേൽ ലാഹിറാവുകയാണ്, പരസ്യമാവുകയാണ്, വിദ്ദുനിയ വൽ ആഖിറ. മനസ്സിലായില്ലേ? തദ്ഹറു നദാമാതുക യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിന്റെ ഖേദങ്ങൾ ഇതാ വെളിവാകുന്നു. യൗമത്ത് തഗാബുൻ നഷ്ടത്തിന്റെ ദിവസം, യൗമുൽ ഫളീഹ വശളാകുന്ന ദിവസം, യൗമുൻ നദാമത്തി വൽ ഖുസ്റാൻ പരാജയത്തിന്റെ ദിവസം, ഖേദത്തിന്റെ ദിവസം. വലിയ വലിയ ആൾക്കാർ അവരിതാ സമ്പാദിച്ചു കൂട്ടി പ്രതിഫലങ്ങളുമായി കൊണ്ട് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ വായിൽ വിരലിട്ട് നിൽക്കുകയാണ്. നീ ഹാസിബ് നഫ്സക മോനെ, അതുകൊണ്ട് നിന്റെ നഫ്സിനോട് നീ ഹിസാബ് നടത്തണം. ഖബല മജീഇൽ ആഖിറ ലാ തഗ്തറ ബിഹുക്മില്ലാഹി അസ്സ വജല്ല അൻക വകറമിഹി അലൈക. ഞാനിവിടെ എന്തൊക്കെ കാട്ടിയിട്ട് എനിക്ക് കുഴപ്പമില്ലല്ലോ. ഞാനിപ്പോൾ എത്ര നേരം എടുത്ത് വൈകുന്നേരം മയക്കിയിട്ട് വെച്ച ആലിമീങ്ങളെ ഞാൻ തെറി പറയുന്നത്, എനിക്കൊരു കുഴപ്പമൊന്നുമില്ല എന്ന് നീ ചതിയിൽ വാക്കിയാകണ്ട മോനെ. വലാ തഗ്തറ ബിഹുക്മില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിനാണ് ചതിയിൽ വാക്കിയാകണ്ട. അല്ലാഹു അങ്ങനെ പലതും തീരുമാനിക്കുന്നതാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണ്ട, ചതിയിൽ വാക്കിയാകണ്ട. വകറമിഹി അലൈക, അല്ലാഹു അവന്റെ ഔദാര്യത്തിന്റെ കവാടം നിനക്കെപ്പോഴും തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഇത്ര മോശമായിട്ടും അല്ലാഹു എന്നെ കൈവെടിയുന്നില്ല. അതുകൊണ്ട് ഞാൻ വലിയ ആളാണ്, അതുകൊണ്ടാണ് അല്ലാഹു എന്നെ കൈവെടിയാത്തത് എന്ന് നീ എന്നാണ് മഹാനവറുകൾ പറയുന്നത്. ലാ തഗ്തറ, മനസ്സിലായോ? لا تغتر بحكم الله عز وجل عنك وكرمه عليك أنت قائم على سوء الأحوال. നീ മോശമായ സ്വഭാവത്തിന്റെ മേൽ നിലകൃതിയാകലോടുകൂടെ മിനൽ മആസി വസ്സല്ലാത്തി വദുൽമിൻ നാസി, ജനങ്ങളെ ആക്രമിക്കുന്നു, തെറ്റുകൾ ചെയ്യുന്നു, പാപങ്ങൾ ചെയ്യുന്നു. പാപങ്ങളെന്ന് പറയുന്നത്, പാപമെന്ന് പറയുന്നത് ഏതാണ്? അത് നിനക്ക് സൂചനയാണ്. പാപമെന്ന് പറയുന്നത് നിനക്ക് റിപ്പോർട്ട് തരുന്നതാണ്. അൽ മആസി ബരീദുൽ കുഫർ, കുഫറിൻ്റെതായ റിപ്പോർട്ടറാണ് പാപം. ബരീദ് പത്രങ്ങൾ പറയുന്നത് അതായിരിക്കണം. കുഫറിന്റെ മേൽ, സത്യനിഷേധത്തിന്റെ മേൽ അറിയിക്കുന്നു. അല്ലെങ്കിൽ നന്ദിയില്ലായ്മയുടെ മേൽ അറിയിക്കുന്നു. ഇത്രയൊക്കെ നിനക്ക് ചെയ്തിട്ട് നീ നന്ദിയുള്ളവനല്ലാന്നു. അത് അങ്ങനെ പറയാം. കമാന്നൽ ഹുമ്മ, വലിയ പനിയുണ്ടല്ലോ, അത് ബരീദുൽ മൗത്ത്, മരണത്തിന്റെ മേൽ അതറിയിക്കുന്നതാണ്. അലൈക ബിത്തൗബ ഖബ്ലൽ മൗത്ത്, മരണത്തിന് മുമ്പ് തൗബ കൊണ്ട് നീ വിഷയമാക്കണം. ഖബ്ല മജീഇൽ മലക്കിൽ മുവക്കൽ ബിഅഖ്ദിൽ അർവാഹ്, റൂഹിനെ പിടിക്കാൻ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട, റൂഹുകളെ പിടിക്കൽ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ വരുന്നതിന് മുമ്പ്. യാ ശബാബ് തൂബൂ, തൗബ ചെയ്യണം. അമാ തറൗനൽ ഹഖ് അസ്സ വജല്ല, അസ്സ വജല്ലയായ അല്ലാഹുവിനെ നിങ്ങൾ കാണുന്നില്ലേ? യബ്തലീകും ബിൽ ബലാഇ, അവൻ എന്ത് ചെയ്യുന്നു? നിങ്ങളെ പരിശോധിക്കും കുറെ ഇടങ്ങേറുകൾ കൊണ്ട്. ഹത്താ തതൂബൂ, നിങ്ങൾ തൗബ ചെയ്യാൻ. ഫഅൻതും ലാ തഅഖിലൂന, നിങ്ങൾ അറിയുന്നില്ല. വതസ്റൂന അലാ മആസി, നിങ്ങൾ ഇപ്പോഴും തെറ്റിന്റെ മേൽ നിരന്തരമാണ്. മാ യുബ്തലാ അഹദുൻ ഫീ ഹാദാ സമാനി ഇല്ലാ അഹദു അഫ്റാദിൻ, ഇക്കാലഘട്ടത്തിൽ പരീക്ഷണം വളരെ കുറവാണ്. അൽ കദിബു നിഖ്മത്തുൻ നിഅമത്തുൻ, കള്ളം പറയുന്നത് ആപത്ത് തന്നെയാണ്, നന്മയല്ല. ഉഖൂബത്തുൻ ലിദ്ദുനൂബി, ദുനൂബിനുള്ള പാപങ്ങളാണ്, പാപങ്ങൾക്കുള്ളതായ ശിക്ഷയാണ് കള്ളം ചെയ്യുക.
മനസ്സിലായില്ലേ? കള്ളം പറയാന് മനുഷ്യന്മാർ കള്ളം പറയുന്നത് മനസ്സിലാക്കണം, പാവിയായിട്ടാണ്. ലാ സിയാദത്തൻ ഫി ദറജാത്തി വൽ കറാമാത്തി, ആദരവിലും ദറജാത്തുകളിലുമുള്ള സിയാദത്ത് അല്ല. അൽ ഖൗമി യുബ്തലൂന ലിതറഫി ദറജാത്തിഹിം, എന്റെ മലിക്കുകയും രാജാതിരാജനായ അള്ളാഹുവിന്റെ അടുക്കലോടെ ദർജ ഉയർത്താൻ വേണ്ടിയിട്ട് ചില ജനങ്ങളെ പരീക്ഷിക്കപ്പെടുന്നതാണ്. യസ്ബിറു, അതിനോടുകൂടെ അവർ ശ്രമിക്കും. അന്നതും യരീദൂന വജ്ഹഹു, അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചവരാണവർ. ഇദാ തമ്മ ലഹും ഹാദാ, ഇങ്ങനെ ഒരു പരീക്ഷണം അവർക്ക് താമായി കഴിഞ്ഞാൽ വഖത്തമ്മ ലഹുൽ മുൽക്ക്, പിന്നെ അവർക്കാണ് അധികാരം. ഇദാലം യത്തിമ്മ ലഹും ഹാദാ, അവർക്ക് പൂർത്തമായില്ല എങ്കിൽ അവർ കരുതിയുറപ്പിക്കും അന്നഹും ഫീ ഹലക്കിൻ, ഒരു നശീകരണത്തിലാണ്. അല്ലാഹുമ്മ ലാ ഹലക, റസൂലേ നശീകരണം വേണ്ട. നസ്അലുക്കൽ ഖുർബന്നറയിലേക്ക് ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ ആഖിറത്തിൽ ദുനിയാവിൽ കാണിച്ച അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ട് കാണുക എന്നും തെറ്റുകളിൽ നിന്നും ഒഴുകിയിട്ട് എന്നെ കാണുക എന്നും ആ മേന വെച്ചു കൊടുത്തതല്ല. പിന്നെ ദുനിയാവിലിപ്പോൾ കാണാൻ അല്ലാഹുവിന്റെ റസൂലല്ലേ കണ്ടുള്ളൂ, നമ്മളിപ്പോൾ കാണാനും പറ്റില്ല. ഫിദ്ദുനിയാ ബിഖുലൂബിനാ, അതാ ഖൽബ് കൊണ്ട് ദുനിയാവിൽ ഞങ്ങൾ കാണലിനെ. വഫിൽ ആഖിറത്തി ബിഅയ്യുനിനാ, കണ്ണുകൊണ്ട് ആഖിറത്തിൽ കാണലിനെ. ഇവിടെ തന്നെ ഉണ്ടല്ലോ. യാ ഖൗമി ലാ തൈഅസൂ മിൻ റൗഹില്ലാഹി അസ്സ വജല്ല, അല്ലാഹു അസ്സ വജല്ലയായ അല്ലാഹുവിൻ്റെതായ ആ സമാധാനത്തിനെ തൊട്ട് സന്തോഷത്തിനെ തൊട്ട് നിരാശരാകേണ്ടവ ഫറജിഹി ഫഇന്നഹു ഖരീബുൻ, അവൻ അടുത്തവനാണ്. ലാ തൈഅസൂ, ലാ തൈഅസ്, നീ നിരാശനാകണ്ട. ഫഇന്ന സ്വാനിഅ അല്ലാഹ്, സ്വാനിഅ അല്ലാഹു മാത്രമാണ്. ലാ തദ്രി, നിനക്കറിയില്ല. ലഅല്ലല്ലാഹ, അല്ലാഹു ആയേക്കാം. യുഹദിഥു ബഅദ ദാലിക, ഇതിന് ശേഷം അല്ലാഹു പൂർത്തിയാക്കുന്നവനായേക്കാം. അംറൻ, കാര്യങ്ങളെ. നമ്മളെ ഈ വർഷം തീരാനായി. നാളെ പറയാണ്ടാലും മറ്റന്നാൾ ഒന്നാവും. വാർഷികം വർഷം തുടക്കം റാഹത്താവണം, ഒടുക്കം റാഹത്താവുന്നത് പോലെ തന്നെ വെള്ളിയാഴ്ച അപ്പൊ അങ്ങനെ അപ്പം വർഷം തുടങ്ങി. വർഷം തുടങ്ങുമ്പോൾ ഇനിയിപ്പം 366 ആയത്തെക്കുറിച്ച് ഓതി. നല്ലതാ. അങ്ങനെയൊക്കെ ഈ ഖസീനത്തിന്റെ അസനാറിലൊക്കെ കാണുന്നുണ്ട്. 366 ഓതിയാലേ വർഷത്തിന്റെ തുടക്കം. അള്ളാഹു ഈ വർഷം ചെയ്ത എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ. എല്ലാ കൊല്ലം ഹജ്ജ് ചെയ്യാൻ തൗഫീഖും ചെയ്യട്ടെ. നമ്മളെ ഹജ്ജ് മുടങ്ങിപ്പോയി, നമ്മളെ പാപിയായതുകൊണ്ടായിരിക്കും. എന്തായാലും അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ. ചെയ്തു പോയ സൽക്കർമ്മങ്ങൾ സ്വീകരിച്ച് എല്ലാ തെറ്റുകളും മാപ്പാക്കി തരട്ടെ. പരിശുദ്ധന്മാരായ നിലയിൽ അള്ളാഹു നമ്മളെ അടുത്ത വർഷത്തിലേക്ക് കടത്തി തരട്ടെ.